സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് സർ ഐസക് ന്യൂട്ടന്റെ കൃതിയാണ്. സർ ഐസക് ന്യൂട്ടന്റെ കൃതിയാണ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുമ്പോൾ വരുന്നത് വായു, ജലം, ഇരുമ്പ് എന്നാണ്. പ്രവേഗം ഏറ്റവും കൂടുതൽ വരുന്നത് ഇരുമ്പിലാണ്. അതിന് താഴെയാണ് ജലത്തിൽ, അതിന് താഴെയാണ് വായുവിൽ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. 2006 ഗ്രഹ പദവി നഷ്ടപ്പെട്ടത് പ്ലൂട്ടോയ്ക്കാണ്. അപ്പോൾ പ്ലൂട്ടോയ്ക്ക് ഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ്? 2006. അടുത്ത ചോദ്യം, ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്? ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. കമ്പനം. ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ജലത്തിന്റെ കാഠിന്യം അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് EDTA എന്നത്. EDTA. എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റേറ്റ്. എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റേറ്റ്. ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു EDTA. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ഏതാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളപ്പെടുന്നത് ലെഡ് ആണ്. ലെഡ്. ഒരു പ്രത്യേക സസ്യത്തിന് മാത്രം സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം. ഒരു പ്രത്യേക സസ്യത്തിന്റെ മാത്രം സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിത മൃഗം സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്കിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ വയനാടാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഇനി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്, കൃതിയുടെ പേര് മോക്ഷപ്രദീപം, രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം
ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നാണ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്. കാനഡ. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. അടുത്ത ചോദ്യം, സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നവഭാരതത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. നവഭാരതത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം എത്തുന്ന രീതിയാണ് വികിരണം. കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈൻറ്റൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുറൈൻറ്റൻസിസ് എന്നതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2010 ആണ്. 2010. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാൻ എടുക്കുന്ന സമയം? ഹ്രസ്വരൂപം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചാൽ 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത് എന്ന് ചോദിച്ചാൽ ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം. ദേശീയ ഗാനത്തിലെ വരികളുടെ എണ്ണം 13 ആണ്. 13. ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിക്കാം. നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24. അതുപോലെ ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുക. ഏത് പേരിലാണ്? ഭാരത് വിധാത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ തത്വബോധിനി വാരികയിലാണ് ജനഗണമന ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ തത്വബോധിനി വാരിക. അപ്പൊ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചാൽ 52 സെക്കൻഡാണ്. അടുത്തത്, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീലദർപ്പൺ ദീനബന്ധു മിത്രയാണ് നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്. ദീനബന്ധു മിത്ര. വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ആയിരുന്നത് ഫസൽ അലി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി. നബാർഡിന്റെ ആസ്ഥാനം
മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ്. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം 1921. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 61 ഭേദഗതിയാണ്. 61 ഭേദഗതി. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയതാരാണ്? ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായർ ആണ്. MT വാസുദേവൻ നായർ. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം എന്നാണ്. സത്യം ശിവം സുന്ദരം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ ആണ്. ഓറിയോൺ. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. കൂടിയാട്ടം. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. വൈകുണ്ഠസ്വാമികൾ. എൻ മകാജെ എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാട്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴാണ്. തമിഴ്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. തൈറോയിഡ് ഗ്രന്ഥി. ഗുരുത്വാകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം. ഗുരുത്വാകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസമാണ് ജിയോട്രോപിസം. ജിയോട്രോപിസം. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജനിച്ച ദിവസവും മരിച്ച ദിവസവുമാണ് പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാരാണ്? പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം PT ഉഷ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂർ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. രാജസ്ഥാൻ കനാൽ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഏതാണ്? ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ D നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ D നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. ത്വക്ക്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ E ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. വൈറ്റമിൻ Eയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ.
ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. മെർക്കുറി. മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയം. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഡെക്സ്ട്രോകാർഡിയം. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. JC ബോസ്. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്? ടി പ്രകാശം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്. 1911 കൊൽക്കത്ത സമ്മേളനം. പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥമാണ് അസ്പാർട്ടം. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം? 1983. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് 1983. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. സൈനോകൊബാലമിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B12 രാസനാമമാണ് സൈനോകൊബാലമിൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പന്തി ഭോജനം അവതരിപ്പിച്ചത് തൈക്കാട് അയ്യ. അവസാനത്തെ ചോദ്യം,
ഗരം പാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗരം പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്